ദൈവത്തിന് സ്തുതി. ഊശാന പെരുന്നാൾ കഴിഞ്ഞില്ലേ, നമുക്ക് ഊശാന ഓലയൊക്കെ കിട്ടി. ഇതിന് ശേഷം അടുത്ത പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. അപ്പോൾ ഈ ഓല വെച്ചാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. അത് ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് പാസ്ഓവർ. യേശുക്രിസ്തു കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം, അതായത് ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം തൻ്റെ ശരീരവും രക്തവും നമുക്കായിട്ട് ദാനം ചെയ്തു. അങ്ങനെ കുർബാന സ്ഥാപിച്ചതാണ് ഈ പെസഹ വ്യാഴാഴ്ച. മുൻപുള്ള ബലികളൊക്കെ ധാന്യബലി, അതുപോലെ തന്നെ ജീവജാലങ്ങളെ, പക്ഷികൾ, മൃഗങ്ങളെയൊക്കെയാണ് ബലി കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു തന്നെ നമുക്കായിട്ട് ബലിയാകാൻ പോവുകയാണ്. അപ്പോൾ അതൊരപ്പം പാലും ഉണ്ടാക്കിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ പെസഹ അപ്പത്തിൻ്റെ കൂട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഒരപ്പം മാത്രം ഇതുപോലെ ഈ ഓല മുറിച്ച് കുരിശിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വെച്ച് അതിനകത്ത് കൊടുക്കും. ഈ അപ്പമാണ് നമ്മൾ പെസഹ അപ്പമായിട്ട് വീട്ടിൽ മുറിച്ച് എല്ലാവരും, വീട്ടിലെ ഏറ്റവും പ്രായം ചെന്നയാൾ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ ചേരുവകളെ കുറിച്ച് പറയാം. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് 4 കപ്പ് പച്ചരി എടുത്ത് കുതിർക്കണം. അതിനുശേഷം ഇതിന് 1 കപ്പ് ഉഴുന്ന്, അരി ഉഴുന്നാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ഉഴുന്ന് കഴുകി പതുക്കെ വറുത്തെടുക്കണം, നിറം മാറാതെ വറുത്തെടുക്കണം. അപ്പോൾ ഈ അരിയും പൊടിച്ചെടുക്കണം, ഉഴുന്നും പൊടിച്ചെടുക്കണം. 4 അരിക്ക് 1 ഉഴുന്ന്, 4:1 റേഷ്യോ. അപ്പോൾ അങ്ങനെ ആ അരി കഴുകി അരച്ച് എടുത്തിരിക്കുന്നതാണ്. ഇത് ആ ഉഴുന്ന് വറുത്ത് അരച്ചെടുത്തിരിക്കുന്നു. പിന്നീട് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് തേങ്ങ, അതുപോലെ തന്നെ ഒരു അര തേങ്ങ, ശകലം ജീരകം, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് 3ഉം കൂടി നന്നായിട്ട് കുഴച്ച് തിരുമ്മി വെക്കണം. സ്വല്പം ഉപ്പും ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് അരിയുണ്ട്, ഉഴുന്നുണ്ട്, തേങ്ങയുണ്ട്, ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സ്വല്പം ചുവന്നുള്ളി, ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കണം. നമ്മൾ വട്ടയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച് ഒരു സ്വല്പം നേരം വെച്ചാൽ സ്വല്പം മയം കിട്ടും. ചിലരൊന്നും വെക്കാറില്ല. ഞാനൊരു 2 മണിക്കൂർ വെക്കും. അല്ലെങ്കിൽ വേറൊരു ടിപ്പുണ്ട്, അത് ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, വെള്ളയപ്പത്തിൻ്റെ മാവ്, ഒരു സ്പൂൺ മാവ് ചേർത്ത് കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം. അത് എൻ്റെ വകയൊരു ടിപ്പാണ്. പിന്നീട് ഇത് പുഴുങ്ങി ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പാലുണ്ടാക്കുന്നത്. അത് നല്ല മധുരമുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. പാലുണ്ടാക്കാൻ വേണ്ടി ഒരു 3 സ്പൂണോളം അരി, ഇത് പുഴുക്കലരിയാണ്. പുഴുക്കലരി വറക്കുന്നു, കഴുകിയിട്ട് വറക്കുന്നു. അത് ചിലരൊക്കെ വറക്കാതെ പച്ചരിപ്പൊടി എടുക്കും, പക്ഷേ ഇതാണ് ടേസ്റ്റ്. ഇതൊരു ടിപ്പാണ്. ഇതിൻ്റെ കൂടെ ജീരകം, ഏലക്ക കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്തിരിക്കണം. ഈ പൊടി ആണ് ഉപയോഗിച്ച് പാലുണ്ടാക്കുന്നത്. ഇതൊരു പുതിയ ടിപ്പാണ്. ഈ പാലുണ്ടാക്കാൻ വേണ്ടി ആവശ്യം ഇത്രയും ശർക്കര പാനിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ശർക്കരപ്പാനി, 1 കപ്പ് ശർക്കരപ്പാനി, ഇതിന് ഒരു പാത്രം, ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. ഈ തേങ്ങാപ്പാലും ശർക്കരയും കൂടെ ഒരു സോസ്പാനകത്തോട്ട് ചേർത്ത് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഈ അരിപ്പൊടിക്കകത്തോട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കുറേശ്ശെ ഒഴിച്ച് കുറുകാതെ, എന്നുവെച്ചാൽ കട്ട കെട്ടാതെ ലൂസായിട്ട് എടുക്കണം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഏലക്കായുണ്ട്, ജീരകമുണ്ട്, ചുക്കുണ്ട്, അരിപ്പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർന്നതാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് തേങ്ങാപ്പാലും ശർക്കരയും കൂടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്വല്പം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കുറുക്കിയെടുത്തിട്ട് ഇത് തിരിച്ച് ആ തിളച്ചുകൊണ്ടിരിക്കുന്നതിലോട്ട് ഒഴുക്കി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി ഒരു നല്ല പായസം കൺസിസ്റ്റൻസിയിലാവണം. പായസത്തിൻ്റെ രൂപത്തിലാക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. സ്വല്പം ഉപ്പിടും, ആ മധുരം ഒന്ന് ക്രമീകരിക്കാനായിട്ട് സ്വല്പം ഉപ്പിടും. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പവുമായി പാലുമായി, ഇത് രണ്ടുമാണ് പെസഹയുടെ പ്രത്യേക ഭക്ഷണം. ഇതൊരു പ്രത്യേക ആത്മീയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ കുരുത്തോലയിട്ടുണ്ടാക്കുന്ന അപ്പത്തെയാണ് നമ്മൾ ഈ പ്രത്യേക ദിവസം ഉണ്ടാക്കുന്നത്. ഈ അപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരപ്പമാണ്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമായിട്ട്, അതുപോലെ ഈ കുറുക്കിയ പാല് തിരുരക്തമായിട്ടുമാണ് നമ്മൾ ഇതിനെ പ്രാർത്ഥിച്ച് ഇതിനെ നമ്മൾ ആഹരിക്കുന്നത്. ഇങ്ങനെ ഈ പുതിയ രീതിയിൽ ഈ ടിപ്പോട് കൂടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.
ഈ അരി വറുത്ത് പൊടിച്ചിരുന്നതുകൊണ്ട് ഒരു നല്ല മണമുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട്. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം ഉണ്ടാക്കാനുള്ള മാവ് കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിനി അപ്പച്ചെമ്പിനകത്ത് ഈ കുരിശ ചേർത്ത് പുഴുങ്ങിയെടുത്താൽ മതി. ഇത് പാലുണ്ടാക്കാനായിട്ട് കുറുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതിന് അടുപ്പിൽ വെച്ച് കുറുക്കി കാണിച്ചു തരാം. പെസഹ അപ്പവും പാലും റെഡി. ബേക്കറികളിൽ പെസഹ അപ്പം ഉണ്ടാക്കി സെയിലിന് വെച്ചിരിക്കുന്നു. അത് ബ്രെഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.